കഴിഞ്ഞ ഓണക്കാലത്താണ് തൃശ്ശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രം ഒരു ധനസഹായം പ്രഖ്യാപിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആയിരുന്നു 3 ലക്ഷം രൂപ വീതം ഓരോ പുലിക്കളി സംഘങ്ങൾക്കും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഒരു വർഷത്തോളം അത് പല സാങ്കേതിക കാരണങ്ങളാൽ അത് ലഭിക്കാതിരിക്കുകയായിരുന്നു. പിന്നീട് ഇപ്പോഴാ അടുത്ത ഓണക്കാലം എത്തിയ ഒരു സാഹചര്യത്തിലാണ് അത് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവായിരിക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ ഇടപെട്ടുകൊണ്ടാണ് ഒരു പ്രത്യേക കേസായി അത് പരിഗണിച്ചുകൊണ്ട് കേന്ദ്രം ഇപ്പോൾ ആ തുക അനുവദിച്ച് ഉത്തരവായിരിക്കുന്നത്. ഇപ്പോൾ പുലിക്കളി സംഘം നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണെങ്കിലും അത് കിട്ടിയിരിക്കുകയാണ്. ഒരു സന്തോഷമാണല്ലോ. വളരെ സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ സന്തോഷമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തോളമായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം സുരേഷ് ഗോപി സാറ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് ചെയ്തതിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് വളരെ നന്ദിയുണ്ട്. കൂടാതെ അത് മാത്രമല്ല, ഈ പുലിക്കളി സംഘങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ട് കാലത്ത് 10-15 സംഘങ്ങൾ ഉണ്ടായിരുന്നത് ഒരു 6 സംഘമായിട്ട് കുറയുകയും കഴിഞ്ഞ വർഷം അത് 9ലേക്ക് വന്നു. ഈ വർഷം 9ലുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു കലയാണ്. അപ്പോൾ ആ കല നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കേന്ദ്രത്തിൻ്റെ സഹായം, ഈ തുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഇത് ഉപകരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരുപാട് സമരങ്ങളും പല തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സമരം എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു പ്രതിഷേധം നടത്തിയിരുന്നു. അതിനുശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഞങ്ങൾ സമരപരിപാടികളെ കുറിച്ച് തന്നില്ലെങ്കിൽ, ഫണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് ആരുടെ അടുത്തൊന്നും ഇതിന് പ്രതികരണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഒറ്റപ്പുലി സമരം എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു പരിപാടിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് സുരേഷ് ഗോപി സാറ് എല്ലാ സംഘങ്ങളെയും നേരിട്ട് വിളിക്കുകയും ഇത് എന്താണ് കഴിഞ്ഞ വർഷം സംഭവിച്ചത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും, അപ്പോൾ ഞങ്ങളുടെ എല്ലാവർക്കും കാര്യം എന്താണെന്നെല്ലാം മനസ്സിലായി. അപ്പം ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതെ പോയത്. അത് കിട്ടുന്നതിന് വേണ്ടി സുരേഷ് ഗോപി സാർ സ്വന്തം റിസ്കിൽ ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് ട്രൈ ചെയ്യാമെന്നും അതിനു വേണ്ടി പ്രയത്നിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് തന്നിരുന്നു. അദ്ദേഹം ഈ പ്രോമിസ് പാലിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ഈ കഴിഞ്ഞ തവണ കിട്ടാത്തതിൻ്റെ ഒരു കാരണം ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഇത്തവണ അതിനുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്? അതായത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുന്ന കേന്ദ്ര ടൂറിസത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ലോഗോ പ്രദർശിപ്പിച്ചില്ല എന്നാണ് ഒരു കാര്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണയോ അറിവോ ആരും തന്നിരുന്നില്ല. അത് എവിടെയാണ് പഴിച്ചതെന്ന് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നൊന്നും നമ്മൾക്ക് അറിയില്ല അതിനെക്കുറിച്ച്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ കലക്ടർക്ക് നിവേദനം കൊടുക്കുകയും കലക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തൃശ്ശൂർ കലക്ടർ ശിഖ സുരേന്ദ്രൻ അതിലത് ഇടപെടുകയും അവർ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് ഫോളോ അപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അത് ആണ് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും കേന്ദ്രമന്ത്രി അത് കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യങ്ങൾ അത് ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ തന്നെ കൊടുക്കാമെന്നും ഇനി അത് ആവർത്തിക്കരുത് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെയും കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞങ്ങൾ കലക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം കലക്ടറെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശങ്ങളും കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒഫീഷ്യൽ ലെറ്റർ കോർപ്പറേഷൻ കൊടുക്കുന്നതായിരിക്കും. കോർപ്പറേഷനാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത് നടത്തുന്നത്, കോർപ്പറേഷൻ്റെ കീഴിലാണ്. അപ്പോൾ കോർപ്പറേഷനിൽ അവർക്ക് ഇത് മാർഗ്ഗനിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവരതിനെക്കുറിച്ച് നമ്മളോട് പറയുകയുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. അത് ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ലോഗോയാണ് മെയിനായിട്ട് ഉള്ളൊരു കാര്യം. അത് ഞങ്ങളെല്ലാ പുലിക്കളിക്കാരും അത് വയ്ക്കാൻ തയ്യാറാണ്. ഇത്തവണ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ട് നമുക്ക് ഇതേവരെ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ വന്നിട്ടില്ല. അപ്പോൾ അത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എന്ത് നിർദ്ദേശം വന്നു കഴിഞ്ഞാലും അത് പാലിക്കാൻ പുലിക്കളി സംഘങ്ങൾ തയ്യാറാണ്. എന്തായാലും കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ചൊരു ധനസഹായം ഇപ്പോൾ ലഭിക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് പ്രഖ്യാപിച്ചതാണ്. പക്ഷെ അത് ഈ അടുത്ത ഓണക്കാലം എത്തിയപ്പോഴാണ് കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ആ തുക ലഭിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. കാരണം വലിയ ചിലവുള്ള അല്ലെങ്കിൽ ഒരു വലിയ തുക ചിലവുള്ളൊരു കലയാണ്. അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നത് വലിയ പ്രയാസമാണ്. അപ്പോൾ ഈ ലഭിക്കുന്നൊരു ധനസഹായം എന്നത് വലിയ സഹായമാകുമെന്നാണ് ഇപ്പോൾ അയ്യന്തോൾ ദേശത്തിലെ പുലിക്കളി സംഘം പറയുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഈ ഓണക്കാലത്തെങ്കിലും ആ തുക അനുവദിച്ച് കിട്ടുന്നതിലുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.